ബാക്ക് ടു യൂസിത്ത് എ പി കെ. അപ്പം ലോക ചാപ്റ്റർ 1 ചന്ദ്ര വളരെ അപ്രതീക്ഷിതമായിട്ടാണ് കേട്ടോ. എനിക്ക് ഈ മൂവിയെക്കുറിച്ച് ഞാൻ ഒന്നും കേട്ടിട്ടുമില്ല, അല്ലെങ്കിൽ ട്രെയിലർ ഒന്നും കണ്ടിട്ടുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റും ഇല്ലാതെ പോയി കണ്ടൊരു മൂവിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലോകത്തിലേക്ക് കൊണ്ടുപോയി സാധനം. സോ ഇത് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മലയാളത്തിൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു മൊമെൻ്റാന്ന് തന്നെ പറയാം കേട്ടോ. കാരണം നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനത്തെ മൂവീസൊക്കെ നമ്മൾ വളരെ ചെറിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ, ഈ ഫീൽഡൊക്കെ, മിത്തും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. സോ അത് ഒരു വേൾഡ് ഡെവലപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ചാപ്റ്റർ 1, 2 ഒക്കെ വരുമ്പോൾ അത് ഒരുപാട് എക്സൈറ്റഡ് ആണ് ആസ് എ മലയാളി, ആസ് എ മൂവി ലവർ. ഇതിൻ്റെ പോസിറ്റീവ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ തന്നെയാണ്. സ്റ്റാർട്ടിങ് ഫ്രം ഡയറക്ടർ ആൻഡ് റൈറ്റർ ഡൊമിനിക് അരുൺ, അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ ഒരു വലിയ ഹാറ്റ്സ് ഓഫ് ഉണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ ഒരു പടം എടുക്കുമ്പോൾ നമ്മൾ എന്നോ കേട്ടു മറന്നൊരു മുത്തശ്ശി കഥ, അല്ലെങ്കിൽ അതിലെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സിനെ ഒരു സൂപ്പർ ഹീറോ രീതിയിലൊക്കെ അവതരിപ്പിക്കുമ്പോൾ, അപ്പോൾ അതിന് വേണ്ട ഒരു ചിന്ത, അതും ഇന്നത്തെ കാലത്ത് അനുയോജ്യമായുള്ള രീതിയിൽ ആ ഒരു കഥയൊക്കെ മിക്സ് ചെയ്തിട്ട് അത് അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബ്രില്യൻസ് ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. എല്ലാം നമുക്ക് ആ ഒരു പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും നമ്മൾ അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നു, ഇന്ന ക്യാരക്ടറാണോ ഇവർ ഡെവലപ്പ് ചെയ്ത് ഈ ഒരു ക്യാരക്ടറാക്കി വെച്ചിരിക്കുന്നതെന്ന് തോന്നുമ്പോൾ നമുക്ക് ഭയങ്കര അതിശയം തോന്നും. അങ്ങനെ ഒരു ലെവലിൽ എടുത്തു വെച്ചിരിക്കുന്നത്. ഞാൻ ഇതൊരു ഹോളിവുഡ് ലെവലിൽ നിന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഇപ്പം അണ്ടർവേൾഡ് എന്ന് പറയുന്ന കേറ്റ് ബിക്കിൻസെലിനെയൊക്കെ മെയിനായി സെൻട്രൽ ക്യാരക്ടറായിട്ട് അവതരിപ്പിച്ച മൂവീസ് ഉണ്ട്, പണ്ട് മുതലേ വന്നതാണ്. അപ്പോൾ ഏകദേശം ഒരേ തീം പോലെയൊക്കെ വരുന്നത്. പക്ഷേ നമുക്ക് ആ ലെവലിലേക്കൊന്നും, നമ്മുടെ ബഡ്ജറ്റ് നമ്മൾ ഓർക്കണം, ഒരു 30 കോടി രൂപയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു ഇതിൽ ഇത്രയും അമേസിംഗ് ആയിട്ട് അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്രൂവിൻ്റെ തന്നെ ഒരു ബ്രില്യൻസ്. സോ ഫസ്റ്റ് ഡൊമിനിക് അരുണുള്ളതാണ് ആ റിട്ടേൺ റൈറ്റർ ആൻഡ് ആസ് എ ഡയറക്ടർ. സെക്കൻഡ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫിയാണ് നിമിഷ് രവി. സോ ആ ഒരു ഡാർക്ക് വേൾഡ്, ചില സീൻസ് ഒക്കെ കാണിക്കുമ്പോൾ അതിനെയൊക്കെ എംഫസിസ് ചെയ്യുന്നുണ്ട് ആ ഒരു പുള്ളിക്കാരൻ്റെ ഒരു ബ്രില്യൻസ്. സോ എടുത്തു പറയേണ്ട പേരാണിത്. ജേക്സ് ബിജോയ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അമേസിംഗ് ആണ്. അതിൻ്റെ എങ്ങനെ ഓരോ സീനുമായിട്ടും വരുന്നു, അത് കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അപ്പോൾ മ്യൂസിക്കിനൊക്കെ ഒരു പ്രാധാന്യം ഉണ്ടല്ലോ, ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നു. ഇതൊക്കെ മെയിൻ ക്രൂ ആണ്. പിന്നെ ഇതിൻ്റെ എഡിറ്റർ ചമ്മൻ ചാക്കോ, ആർട്ട് ജിത്തു സെബാസ്റ്റ്യൻ, ഈ പേരുകളൊക്കെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. കാരണം ഇത് അഭിനയിക്കുന്നവരൊക്കെ സെക്കൻഡ് പാർട്ടിലാണ്. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഇതിനകത്ത് ദുൽഖർ സൽമാൻ ഒരു പ്രൊഡക്ഷൻ, ഇതെല്ലാം ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അത്ര ഒരു സപ്പോർട്ട് വേണമല്ലോ. ദുൽഖർ സൽമാനും അല്ലെങ്കിൽ വേറെ 2 പേരും ഉണ്ട്, അവരിത് പ്രൊഡ്യൂസ് ചെയ്തെന്നുള്ളതും വലിയ ഒരു മലയാളത്തിൻ്റെ ഒരു എപ്പോഴും പൊൻ തൂവൽ എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു മൂവി. ഫിക്ഷണൽ മൂവീസിന് വേണ്ട എല്ലാ കാര്യങ്ങളും മലയാളത്തിലെ മൂവിയിൽ ഇവർ ഒത്തുചേർത്തിട്ടുണ്ടെന്നുള്ളത് വലിയൊരു കാര്യമാണ്. ആക്ടേഴ്സ് കല്യാണി പ്രിയദർശൻ, നസ്ലിൻ, അല്ലെങ്കിൽ ചന്തു സലീം കുമാർ, ബാക്കിയുള്ള ആക്ടേഴ്സ് എല്ലാം, പിന്നെ ഒരുപാട് ക്യാമിയോ റോൾസ് വരുന്നുണ്ട്, ഞാനത് പറഞ്ഞ് ഇതാക്കുന്നില്ല. ബ്രില്യൻ്റ് ആയിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഓരോരുത്തരുടെ പോർഷനും. പിന്നെ ഇതിൽ നല്ലൊരു റൊമാൻസ് ഉണ്ട്, സിറ്റുവേഷണൽ കോമഡിയാണ്, ആ കഥയ്ക്ക് വളരെ ആപ്റ്റായിട്ടുള്ള സിറ്റുവേഷണൽ കോമഡി. പിന്നെ ഇതിൻ്റെ സ്റ്റൺ സീക്വൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അമേസിംഗ് ആണ്. എസ്പെഷ്യലി ഒരു കൊച്ച് ഇത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് ഫൈറ്റ് ചെയ്യുന്നുണ്ട്, ബ്രില്യൻ്റ് ആണ്. ഈ മൂവി ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം, മിസ്സാക്കരുത്. കാരണം ഇതൊരു ഇങ്ങനെ ഒരു മൂവി മലയാളത്തിൽ ഇതിനു മുമ്പ് എടുത്തിട്ടില്ല. ഒരു വേൾഡ് ബിൽഡിംഗ് അവർ ചെയ്തിരിക്കുന്നത് ബ്രില്യൻ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സോ എല്ലാ ഡിപ്പാർട്ട്മെന്റ്, സൗണ്ട്, എൻ്റെ ക്രൂവിന് എല്ലാത്തിനും ഒരു ബിഗ് ഹാറ്റ്സ് ഓഫ്. Thank you so much for watching me. Definitely people, those who haven't watched in theater, you should go and watch in theaters and experience. ഒരു സയൻസ് ഫിക്ഷൻ മൂവീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഡെഫിനറ്റ് ആയിട്ടും ഇത് ഇഷ്ടപ്പെടും. ബൈ.